ആ ഒരു ആശ്വാസത്തിലാണ് ശാരിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം ഈ ഒരു പരിപാടി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. മോളെ, അച്ഛാ, അച്ഛൻ ഇതെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. മോൾ ഉറങ്ങാണെന്ന് കരുതി അച്ഛൻ വിളിക്കാതിരുന്നതാ. എന്നോട് ക്ഷമിക്ക അച്ഛാ. ഈ പാപിയായ മോളോട് ക്ഷമിക്ക. ഞാൻ കാരണമല്ലേ അച്ഛൻ ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടായത്. അതെന്റെ യോഗ മോളെ. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. എന്നാലും എനിക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജയിലിൽ കയറിയത്. എന്നോട് പൊറുക്കണം. കാലി വീണ് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോ അതിന് സാധിക്കില്ലല്ലോ അച്ഛാ. മോളെ, അങ്ങനെയൊന്നും പറയാതെ. മോളുടെ മുന്നിൽ കുറ്റബോധം പേറുന്നൊരു മനസ്സുമായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരച്ഛൻ ഞാൻ എന്നോട് തന്നെ ഒരുപാട് വട്ടം ചോദിച്ചിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത, വെറും ഒരു കടലാസിന്റെ വില പോലുമില്ലാത്ത ഒരച്ഛൻ. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നാം മോളെ. അച്ഛൻ ജയിലിലായിരുന്നപ്പോ ശാലിനിയാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അവളുടെ തിരക്കുള്ള ജോലിക്കിടയിലും എല്ലാ കാര്യങ്ങളും വന്ന് അന്വേഷിക്കുകയും കൃത്യമായി എല്ലാ കാര്യങ്ങളും തിരക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ മോളുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മോളെ, എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. മോളെ കൊണ്ടുവന്ന് നിന്നെ കാണിച്ചെന്നോ? ആ അതെ അച്ഛാ, എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. സന്തോഷം എനിക്ക്. അവളുടെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും അവൾ ഇതൊക്കെ വന്ന് ചെയ്യുന്നില്ലേ? അവളും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട്. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഞാനേ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ഇനിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡോക്ടർ, ശാരികയ്ക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നു. ശാരികയുടെ ബോഡി വീക്കാണ്. അത് മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയുന്നതല്ല. കുഞ്ഞിനെ കാണാൻ കഴിയാത്തതിന്റെ മാനസികമായ വിഷമം കൂടി ആയപ്പോ കാര്യങ്ങൾ മോശമായി. ആ അവസ്ഥയിൽ നിന്നും ശാരികയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അല്ല, കുഞ്ഞിനെ കാണിച്ചു എന്നാണല്ലോ ശാരിക പറഞ്ഞത്. അതെ, അത് ശാലിനിയുടെ ഒരു ബുദ്ധിയാ. ഏതോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ശാരികയുടെ മോളായി കാണിക്കുകയായിരുന്നു. സംഗതി ചീറ്റിംഗ് ആണെങ്കിലും ലക്ഷ്യം പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് ശാരിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക.
കാരണം ഈ ഒരു പരിപാടി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അവസാനമായി അവന്റെ മുഖം പോലും എന്നെ നീ ഒന്ന് കാണിച്ചില്ലല്ലോ. ഇത്രയും ദുഷ്ടയാവാൻ നിനക്ക് എങ്ങനെ പറ്റിയുടെ? ഇനി നീ എത്ര ജന്മം ജനിച്ച് മരിച്ചാലും ഈ അമ്മയുടെ ശവം നിന്നെ വിട്ടു പോകലടി. ശാലിനി, ഈ സർക്കസ് കൂടാരത്തിലെ കോമാളി വേഷക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ പൊക്കക്കുറവിൽ അവരെല്ലാവരും സങ്കടപ്പെടുന്നവരാ. പക്ഷേ അവരതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. എന്താ കാരണം? ഉള്ളിലെ സങ്കടം പുറത്ത് കാണിച്ച് എന്തിനാണ് മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തുന്നതെന്ന് അവര് സ്വയം വിചാരിക്കുന്നുണ്ടാവും. തൻ്റെ ഇരിപ്പ് കണ്ടിട്ട് കുട്ടികളടക്കം എല്ലാവർക്കും സങ്കടമുണ്ട്. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. ഞാൻ എങ്ങനെയാ ശിവ സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ശാരികേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ? എന്നിട്ട് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയോ? പിന്നെ സത്യാമ്മയുടെ മുന്നിൽ ഞാനിപ്പോ കള്ളിയാ. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്ന കള്ളി. എല്ലാ സത്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നത് എന്താന്ന് പറയാനാവാതെ ജീവനില്ലാതെ ജീവിച്ചിരിക്കുന്ന എനിക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? എല്ലാം ഞാൻ സഹിക്കും. എന്നെ ഒരാളും മനസ്സിലാക്കുന്നില്ലല്ലോ ഓർത്ത എന്റെ സങ്കടം. അത് ശാലിനിയുടെ വെറും തോന്നലാ. ശാലിനിയെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാള് ഞാനാ. പിന്നെ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന എണ്ണപ്പെട്ട 2 or 3 പേര് മതിയിടൂ.